ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് ബാക്ക് നേടാമെന്നാണ്. അപ്പം അതിനായിട്ടുള്ള ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് നേടിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് അതിന്റെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനും കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് മാത്രമല്ല ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ അന്നേരം ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് അന്നേരം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻഡ് കമന്റിലും നമ്മൾ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യമേ നിങ്ങൾ ആണെന്നുണ്ടെങ്കിലും ലോഗിൻ ചെയ്യണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഫോൺ നമ്പർ വെച്ച് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹോം പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യമേ നമ്മൾ അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു UPI ആപ്ലിക്കേഷൻ നമ്മൾ കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ UPI ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ മൊബിവിക് അല്ലെങ്കിൽ ഫ്രീ ചാർജ് അല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ പേ ഇതുപോലുള്ള നമ്മുടെ UPI ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ UPI എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുക. നിങ്ങൾ ഫോൺ നമ്പർ അടിച്ച് കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UPI ID ആണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു കണക്ഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ടാസ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ടാസ്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറെ ടാസ്കുകൾ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഓരോ ടാസ്കുകൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടുന്നതല്ല. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 100 രൂപ, 200 രൂപ, 300 രൂപ അങ്ങനെ ഓരോ എമൗണ്ടിന്റെ അതിനുള്ളിൽ ഓരോ ടാസ്കുകൾ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ടാസ്കുകൾ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏകദേശം 4% ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊരു 100 രൂപയുടെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4 രൂപയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടും. 1000 രൂപയുടെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതെങ്ങനെ വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടാസ്ക് സെലക്ട് ചെയ്യുമ്പോൾ 100 രൂപയുടെ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടാസ്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും, ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കോപ്പി ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ UPI ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോവാം. നമ്മളിപ്പോൾ ഫ്രീ ചാർജ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ചാർജ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ ഈ 100 രൂപ ടാസ്ക് ചെയ്യുന്ന സമയത്ത് 100 രൂപ ആണെന്നുണ്ടെങ്കിൽ അവർ കാണിച്ച ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ ഒരു ട്രാൻസാക്ഷൻ ID ഉണ്ട്, UTR ID ഉണ്ട്, ഒരു 12 ഡിജിറ്റിന്റെ ഒരു ID ഉണ്ട്. അപ്പൊ ആ ഒരു ID നിങ്ങൾ കോപ്പി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടാണെങ്കിൽ അവിടെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ, സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു UTR നമ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇതായാലും അവരുടെ സിസ്റ്റത്തിലേക്ക് പോയിട്ട് അത് വെരിഫൈ കഴിയുമ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 100 രൂപയുടെ ടാസ്ക് ചെയ്തെന്നുണ്ടെങ്കിൽ 104 രൂപയായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ആവുന്നതായിരിക്കും. അപ്പൊ വെബ്സൈറ്റിൽ 104 രൂപയായിട്ട് ആയി കഴിയുമ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ മാറുന്നതെന്ന്. അപ്പം അതായാലും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിൽ നടക്കുന്നതായിരിക്കും. നമ്മൾ ഏത് UPI ആപ്ലിക്കേഷൻ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ വിഡ്രോ കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു UPI ആപ്ലിക്കേഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അവിടെ ആയിട്ട് കാണാൻ കഴിയും ഓട്ടോമാറ്റിക്കലി തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ കോയിൻസ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കോയിൻസ് ഉണ്ട്. അപ്പൊ ആ കോയിൻസ് നമ്മൾ അതിന്റെ ഈ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോയിൻസ് ആയിട്ട് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ആൻഡ് ഈ കോയിൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ടാസ്കുകൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഇവിടെ കുറെ ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാറുണ്ട്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കുറച്ച് ടാസ്കുകൾ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബോണസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ക്യാഷ് ബാക്ക് നേടാൻ വേണ്ടി നമുക്ക് ടാസ്ക് ചെയ്ത് എളുപ്പം കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇതായാലും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ എത്രത്തോളം ടാസ്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ബോണസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ്സിൽ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയാലും സ്ക്രീനിൽ എന്താ കാണിക്കാത്തതെന്നാലും. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ആയാലും ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കാണിക്കാത്തത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യുന്നത്, ഓരോ ടാസ്ക് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ടെലിഗ്രാം ഗ്രൂപ്പ്. അതിന് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ടെലിഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാതെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക.
പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.